ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നത് വേണമെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രണ്ടിനും, അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിനും സമാനതകൾ ഒട്ടേറെയുണ്ട്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. അതേപോലെ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രയേലും ഇറാനിലേക്ക് മിസൈൽ അയച്ചത്. രണ്ട് ഭാഗത്തും ഇന്ത്യയോട് പാകിസ്ഥാൻ, ഇസ്രയേലിനോട് ഇറാൻ, രണ്ടും ന്യൂക്ലിയർ ശക്തികളാണ്. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള ആക്രമണങ്ങളാണ് രണ്ട് സ്ഥലത്തും നടന്നത്. ഇങ്ങനെ ഒരുപാട് സമാനതകൾ ഉള്ള യുദ്ധമാണ്, ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. കഴിഞ്ഞ 40 വർഷത്തോളമായി ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭീകര പ്രവർത്തനം നടത്തുകയാണ്. അതേസമയത്ത് ഈ ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത, 1971 ശേഷം ഇന്ത്യ ആദ്യമായിട്ടാണ് പാകിസ്ഥാന്റെ ഭൂമിക്കകത്ത് കയറി ആക്രമണം നടത്തുന്നത്. 1971 അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബംഗ്ലാദേശ് രൂപീകരണത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നെങ്കിൽ, ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തുന്ന ഭീകര പ്രവർത്തനത്തിന് തിരിച്ചടി കൊടുക്കുകയായിരുന്നു നാം ചെയ്തത്.